വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. അട്ടമലയിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, ഇതെപ്പോഴായിരുന്നു സംഭവം? ആരാണ് കൊല്ലപ്പെട്ടത്? വിശദാംശങ്ങൾ. ഏറാട്ടുകുണ്ട്, അതായത് മേപ്പാടി പഞ്ചായത്തിലെ അട്ടമല ഏറാട്ടുകുണ്ട് എന്ന ആദിവാസി കോളനിയിലെ ബാലൻ, 27 വയസ്സുള്ള ബാലനാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. അല്പസമയം മുൻപാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ സ്ഥിതിയിലാണ് കണ്ടെത്തിയത്. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നേരത്തെയും വന്യമൃഗ ശല്യമുള്ള പ്രദേശമാണിത്. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയ്ക്ക് തൊട്ട് സമീപത്തുള്ള പ്രദേശമാണ് അട്ടമല. അവിടെ നേരത്തെ തന്നെ ഈ മേഖലയിൽ കാട്ടാനശല്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതേ ഉള്ളൂ. ഏതായാലും ഈ മേഖലയിൽ പ്രദേശത്ത് ശരി, അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിൽ അട്ടമലയിലാണ്, മേപ്പാടിക്ക് സമീപം അട്ടമലയിലാണ്. അനൂപ് സൂചിപ്പിച്ചല്ലോ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ ഉണ്ടായ സ്ഥലത്തിന് സമീപമാണ്. അക്കാലത്തുമൊക്കെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട സ്ഥലപ്പേരുകളിൽ ഒന്നാണ് അട്ടമല. അവിടെയാണ് ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടത്. 27 വയസ്സുള്ള ബാലൻ ആണ് കൊല്ലപ്പെട്ടത്. അല്പം മുമ്പായിരുന്നു ഈ സംഭവം എന്നാണ് അറിയുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ ബാലനെ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊല്ലപ്പെട്ടു എന്ന വിവരമാണ്, മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.